വിവാദങ്ങൾ മനോവിഷമമുണ്ടാക്കിയെന്ന് കലാമണ്ഡലം ഗോപിയാശാൻ. മുൻപ് സുരേഷ് ഗോപിയുടെ പത്മ അവാർഡ് വാങ്ങിത്തരുമോ എന്ന് താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അതെന്നെക്കൊണ്ട് കഴിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. സുരേഷ് ഗോപിയുമായി ഉള്ളത് വളരെ വർഷക്കാലത്തെ സ്നേഹബന്ധമാണെന്നും അദ്ദേഹം എപ്പോൾ വന്നാലും താൻ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും ഗോപിയാശാൻ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതനുകൂലികൾ നടത്തിയ കുപ്രചാരണങ്ങൾക്കുള്ള ചുട്ട മറുപടിയായിരുന്നു ഗോപിയാശാന്റെ പ്രതികരണം. മുൻപ് സ്നേഹബന്ധത്തിന്റെ പുറത്ത് തനിക്ക് പത്മ അവാർഡ് വാങ്ങി നൽകുമോ എന്ന് സുരേഷ് ഗോപിയോട് താൻ ചോദിച്ചുവെന്നും അത് തന്നെ കൊണ്ട് കഴിയില്ലെന്ന് സുരേഷ് ഗോപി മറുപടി നൽകിയെന്നും ഗോപിയാശാൻ പറഞ്ഞു. പാർമേക്കാവിൻ്റെ കോളേജിൽ രണ്ടുപേരും ഒരു ഫംഗ്ഷന് രണ്ടുപേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ രണ്ടാളും ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ്. സുരേഷ് ഗോപിയുമായി തനിക്കുള്ളത് വർഷങ്ങളായുള്ള സ്നേഹബന്ധമാണ്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും തന്റെ വീട്ടിലേക്ക് വരാമെന്നും സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്നും ഗോപിയാശാൻ പറഞ്ഞു. ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചെല്ലുന്നതല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട്, മാസങ്ങളായിട്ടുമല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അങ്ങേറ്റം ബന്ധുവാണ്, അങ്ങേറ്റം സ്നേഹബന്ധം നല്ലോണം പുറത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുമാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് എൻ്റെ അടുത്തേക്ക് വരാൻ ചോദിക്കണ്ടല്ലോ, ഒരാളും ചോദിക്കണ്ട. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം. വിവാദങ്ങൾ മനോവിഷമമുണ്ടാക്കിയെന്നും തന്റെ മകന്റെ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചപ്പോൾ അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ഗോപിയാശാൻ വ്യക്തമാക്കി. സുരേഷ് ഗോപിയുടെ പ്രചാരണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമ്പോഴാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ കുപ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്. ഗോപിയാശാൻ ഗുരുതുല്യനാണെന്നും അദ്ദേഹത്തോട് സംസാരിക്കാൻ താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗോപിയാശാന്റെ പ്രതികരണം കൂടി വന്നതോടെ പരാജയ ഭീതിയിൽ ഇടതു കേന്ദ്രങ്ങൾ പടച്ചുവിടുന്ന കുപ്രചാരണങ്ങളും പൊളിയുകയാണ്. ജനം, തൃശൂർ.